കൃഷ്ണകൃപാസാഗരം. ഇദ്ദേഹത്തോട് എന്തെങ്കിലും പറയാൻ ഞാൻ അശക്തനാണ്. എന്തുകൊണ്ടെന്നാൽ ഇതെന്റെ മാതാപിതാക്കളുടെ ആജ്ഞയാണ്. അതിനാൽ ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ പോയേ തീരൂ. ഒരു നാൾ സ്വന്തം മാതാപിതാക്കളുടെ കൂടെ പോകേണ്ടി വരും എന്ന കാര്യം അങ്ങ് ഓർത്തില്ലല്ലോ. ഓടക്കുഴൽ വായിച്ച് ഞങ്ങളെ പ്രേമത്തിന്റെ ജാലത്തിൽ ബന്ധനത്തിലാക്കുമ്പോൾ അങ്ങേക്ക് വേറെയും ബന്ധങ്ങളുണ്ടെന്ന് ആലോചിച്ചുവോ? ആയതിനു വേണ്ടി ഒരു ദിവസം ഞങ്ങളോടുള്ള പ്രേമബന്ധം തകർക്കേണ്ടി വരുമെന്ന് അങ്ങ് ചിന്തിച്ചുവോ? പ്രേമബന്ധം തകർക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങളെ ഈ വിധം വിട്ടുപോകുന്നുവല്ലോ. ബന്ധം തകർക്കാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? നമ്മുടെ ബന്ധം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ലേ ദൃഢമാവൂ എന്നും ഞാൻ പോയാൽ അത് ഉടഞ്ഞു പോകുമെന്നുമാണ് നീ ധരിച്ചിരിക്കുന്നതെങ്കിൽ പ്രേമബന്ധത്തെ നീ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് അർത്ഥം. ഈ ബന്ധം തകരുന്നതല്ലെന്നും നിനക്കറിഞ്ഞുകൂടാ. എന്താ പറഞ്ഞത്? ഞങ്ങൾ പ്രേമിച്ചിട്ടില്ലെന്നോ? എങ്കിൽ ഈ കണ്ണീരും ഈ വേദനയും ഈ വിരഹ ദുഃഖവും എന്തിൽ നിന്നാണ്? ഈ കണ്ണീർ, ഈ വേദന, ഈ വിരഹ ദുഃഖം എല്ലാം കേവലം മോഹത്തിൻ്റെതാണ്. ഈ പ്രവൃത്തിയും വിലാപവും പ്രേമത്തിന്റെ അടയാളങ്ങളല്ല, മറിച്ച് മോഹത്തിന്റെ പ്രദർശനങ്ങളാണ്. അങ്ങ് നിസ്സാരമാക്കിയത് പ്രേമത്തിന്റെ നിസ്സഹായതയാണ്, പ്രേമത്തിന്റെ ത്യാഗത്തെ തന്നെയാണ്. എങ്ങനെയുള്ള ത്യാഗം? ഞങ്ങളുടെ പ്രാണന്റെ ത്യാഗം. അങ്ങയുടെ വിരഹം ഞങ്ങൾക്ക് സഹിക്കാൻ എളുതല്ല. അതിനാൽ അങ്ങയുടെ രഥത്തിനടിയിൽ ഞങ്ങൾ പ്രാണൻ ത്യജിക്കാനും സന്നദ്ധരാണ്. അങ്ങയ്ക്ക് പോകണമെങ്കിൽ ഈ രഥം ഞങ്ങളുടെ ദേഹത്ത് കയറ്റിയിട്ട് പോകൂ. എന്റെ കർത്തവ്യത്തിന്റെ മാർഗം തടയുന്നതാണ് പ്രേമത്തിന്റെ വിജയമെന്ന് കരുതുന്നുവെങ്കിൽ ആയത് പ്രേമം എന്തെന്ന് നിങ്ങൾ ഗ്രഹിക്കാത്തതിനാലാണ്. എഴുന്നേൽക്കൂ. വരൂ. ഓർക്കുക, സ്നേഹമൊരിക്കലും കർത്തവ്യത്തിന്റെ പാതയിൽ തടസ്സമായി നിൽക്കുകയില്ല. ആത്മാർത്ഥമായ സ്നേഹം കാമുകന്റെ കർമ്മപഥത്തിൽ സഹായമായിരിക്കണം. അയാളുടെ ബലവും സമ്പത്തുമായിരിക്കണം. അത് അയാളുടെ മുന്നിൽ അശ്രു പൊഴിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ സ്നേഹത്തെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ സൂക്ഷിച്ചു കൊണ്ടുപോകുകയായിരുന്നു. രാജനീതിയുടെയും രാജമന്ദിരങ്ങളുടെയും മിഥ്യമായ അന്തരീക്ഷങ്ങളിൽ സ്വാർത്ഥം, നുണ, ഹിംസ, ലോഭം ഇവയ്ക്കിടയിൽ ഞെരുങ്ങിക്കഴിഞ്ഞ് തളരുമ്പോൾ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിങ്ങളുടെ നിസ്വാർത്ഥവും നിർമ്മലവുമായ പ്രേമം അനുഭവിച്ച് മനസ്സിനെ ശീതളമാക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു അതൊരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന്. ഞാൻ പ്രേമിച്ചതെല്ലാം അതിന്റെ അർത്ഥം പോലും അറിയാത്തവരെ. വല്ലാത്ത സ്വാർത്ഥനാണങ്ങ്. എങ്ങനെ? ഞങ്ങളെ ഇനി മരിക്കാൻ പോലും അനുവദിക്കാതെ കഷ്ടപ്പെടുവാൻ അങ്ങ് നിർബന്ധിതനാക്കിയിരിക്കുന്നു. ജീവിതം മുഴുവൻ ഞങ്ങൾ പ്രേമത്തിന്റെ വിരഹാഗ്നിയിൽ കഴിയണമെന്ന് അങ്ങ് പറയാതെ പറഞ്ഞു. അങ്ങയുടെ കഷ്ടങ്ങളിൽ ഞങ്ങളുടെ പ്രേമം ശീതള പവനായി വീശേണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നതായി ഞങ്ങളെ മോഹിപ്പിച്ചു. പക്ഷേ ഒന്നു മാത്രം വെളിപ്പെടുത്തിയില്ല. ഭാവിയിൽ എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾക്ക് അങ്ങയുടെ ദർശന പുണ്യം ലഭിക്കുമോ എന്ന്. മറിച്ച് ജീവിതം മുഴുവൻ ശൂന്യതയുടെ ചക്രവാളത്തിൽ നോക്കിയിരിക്കേണ്ടി വരുമോ ഞങ്ങൾ? ഇല്ല, ജീവിതം ശൂന്യമാവുകയില്ല. ഞാൻ ഒരിക്കൽ കൂടി വരുന്നതായിരിക്കും. ആശ്വാസമായി ഈ ഒരു വാക്കിൽ വിശ്വസിച്ച് ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. നിശ്ചയമായും വേണം. ഇത്രയും ധരിച്ചുകൊള്ളൂ, എന്റെ വാക്ക് വ്യർത്ഥമാകില്ല.
നാരായണ നാരായണ. പ്രഭു, അങ്ങയുടെ ജൈത്രയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അവതാര ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി നിറവേറാൻ പോകുന്നു. ആദ്യം ഭൂമാതാവിന് ഭാരമായ കംസൻ. മഹാപ്രഭു, അങ്ങയ്ക്ക് സർവമംഗളങ്ങളും. അങ്ങയുടെ ലക്ഷ്യം അനായാസം നിറവേറട്ടെ പ്രഭു. പോകുന്നതിന് മുമ്പ് അങ്ങയോടൊരു അപേക്ഷയുണ്ട്. പറയൂ രാധേ. അങ്ങെനിക്ക് 2 വാക്കുകൾ തരണം. പറയൂ, എന്താണ്? ഒന്ന്, എനിക്ക് സ്വപ്നത്തിൽ മാത്രമല്ല, ഈ ഭൂമിയിൽ ഞാനുള്ള കാലം വരെ എന്നും എന്റെ ഹൃദയത്തിലും അങ്ങുണ്ടായിരിക്കണം. അടുത്തത്, ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അങ്ങയുടെ പാദധൂളി എനിക്ക് പ്രാപ്തമാവണം. ഞാൻ വാക്ക് തരുന്നു രാധേ. പക്ഷേ ഒരു വാഗ്ദാനം ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. അതെന്താണ്? ഇനിമേൽ ഒരിക്കലും നീ അശ്രു പൊഴിക്കരുത്. അങ്ങ് ആവശ്യപ്പെട്ടത് വളരെ കഠിനമാണ്. രാധേ, അറിയുക, നിന്റെ ഒരു അശ്രുകണമായാലും എന്നെ തേടി വന്ന് എന്റെ കർമ്മപഥത്തിൽ പ്രവേശിച്ച് എന്റെ മാർഗം മുടക്കുവാൻ സാധ്യതയുള്ളതാണ്. അതിനാൽ വാക്ക് തരൂ. ഇല്ല, ഇനി ഞാൻ കരയില്ല. വാക്കു തരുന്നു. കയറൂ.
ഞങ്ങളെ വിട്ട് അങ്ങ് പോവുകയാണല്ലേ? അമ്മാവ രഥമൊന്ന് നിർത്തൂ. സാരഥി തേര് നിർത്തൂ. അങ്ങയുടെ അഭാവം ഉണർത്തുന്ന ആത്മനൊമ്പരം ഞങ്ങൾ എങ്ങനെ താങ്ങും കണ്ണാ? വൃക്ഷങ്ങളെ, നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ ദയാവായ്പിന് ഞാൻ എങ്ങനെ നന്ദി പറയും? നിങ്ങളോടുള്ള സ്നേഹം ഒരു കാലത്തും എന്റെ ഹൃദയത്തിൽ നിന്നും മായില്ല. നിങ്ങൾ മാനവരാശിക്ക് അർപ്പിക്കുന്ന അഗാധമായ മൗന സേവനം, തണലും കായ്ഫലങ്ങളും തന്ന് ഞങ്ങളെ എന്നെന്നും അനുഗ്രഹിക്കുന്ന നിങ്ങളുടെ നിഷ്കാമ കർമ്മം നിങ്ങൾ എല്ലാവരെയും നന്മ കൊണ്ട് ആശീർവദിക്കുന്നു. ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യൂ എന്ന മഹനീയ തത്വം ഞാൻ പഠിച്ചതും നിങ്ങളിൽ നിന്ന് തന്നെ. വൃന്ദാവനം വിട്ടുപോകാൻ എനിക്കും മനസ്സുണ്ടായിട്ടല്ല, പക്ഷേ കാലം, കടമ അതെന്നെ നിർബന്ധിക്കുന്നു. ഈ കണ്ണൻ ഓടിക്കളിക്കാൻ തണലൊരുക്കിയ നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ പ്രണാമങ്ങൾ. കണ്ണാ, കണ്ണന്റെ വേർപാട് താങ്ങാനുള്ള മനോബലം അതൊന്നു മാത്രം ഞങ്ങൾക്ക് കനിഞ്ഞു നൽകിയാലും. എന്നെക്കുറിച്ചുള്ള സ്മരണ അത് മതി. ഞാൻ എന്നും നിങ്ങളോടൊപ്പമുണ്ട്. എനിക്ക് വിട തന്നാലും നിങ്ങളുടെ നിഷ്കാമ കർമ്മം നിതാന്തമായി തുടരട്ടെ. കയറൂ. ഇനി പോകാം അമ്മാവ. പുറപ്പെടാൻ സാരഥി. കംസനെ നമുക്ക് സന്ദേഹമുണ്ട്. ഒരുപക്ഷെ നാം മധുരയിലെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മെ വധിക്കാനും കംസൻ തിട്ടമിട്ടിട്ടുണ്ടാവാം. ആയത് ചെറുക്കാനായി പദ്ധതിയും നാം തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്ര കുറച്ചാളുകൾക്ക് ഒരു സേനയെ എതിർക്കാൻ കഴിയുമോ? കുറച്ചാളുകളല്ല, സ്വയം ജീവനർപ്പിക്കാൻ തയ്യാറുള്ള പല കൂട്ടം അനുചരന്മാരെ നാം അവിടെയായി ഒളിപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. ഒരു കൂട്ടം നമ്മെ പിന്തുടർന്നു വരികയാണ്. ഒരു കൂട്ടം യമുനാ തീരത്ത് നമുക്കായി കാത്തിരിപ്പുണ്ട്. അവിടെ വെച്ച് നദി കടക്കേണ്ടതുകൊണ്ട് നദിക്കക്കരെ വേറൊരു കൂട്ടം സമാന്തരമായി നമ്മെ അനുഗമിക്കുന്നുമുണ്ട്. നദി കടക്കേണ്ടത് നീന്തിയിട്ടാണോ? അതിന്റെ ആവശ്യമില്ല. ഏതാനും വഞ്ചികൾ അവിടെയായി നദിയിൽ ഒരുക്കി നിർത്തിയിട്ടുമുണ്ട്. ഈ തയ്യാറെടുപ്പുകളൊക്കെ അപാരം തന്നെ. പക്ഷേ ഏത് സേനയെ ഭയന്ന് അങ്ങ് ഈ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയോ? ആ സേനയെ കുറിച്ച് എങ്ങനെ അറിവ് കിട്ടും? ആ കുന്നിന്റെ അപ്പുറത്ത് കംസന്റെ സൈനികരുടെ ഓരോ നീക്കവും വീക്ഷിച്ചുകൊണ്ട് നമ്മുടെ സൈനികർ കുന്നിന്റെ മുകളിലായി നിൽപ്പുണ്ട്. എന്തെങ്കിലും അപായ സൂചനയുണ്ടായാൽ അവരുടെ പതാകയുടെ നിറം മാറും. സമ്മതിച്ചിരിക്കുന്നു അങ്ങയുടെ രക്ഷാസന്നാഹങ്ങൾ. അങ്ങ് നിശ്ചയമായും യാദവരുടെ സേനാപതിയാകാൻ സർവഥാ യോഗ്യനാണ്. അങ്ങയെ എത്ര പ്രശംസിച്ചാലും അധികമാവില്ല. രാജകുമാര കൃഷ്ണ, നാം പ്രശംസയെക്കുറിച്ചോ പദവിയെക്കുറിച്ചോ ചിന്തിക്കാറേയില്ല. ഇപ്പോൾ അങ്ങയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് നമ്മുടെ ആലോചന. ഇത് നമ്മുടെ ദുർഭാഗ്യവുമാണ്.
ഒരു കൊലപാതകയുടെ അടുത്തേക്കാണ് നാം അങ്ങയെ ആനയിക്കുന്നത്. ഇത് നമ്മുടെ ആത്മാവ് ഒട്ടും സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശം? എന്ത് ചെയ്യണമെന്നത് തന്നെയാണ് നമ്മുടെ ധർമ്മസങ്കടം. ഒരു വശത്ത് രാജകൽപ്പന, മറുവശത്ത് മധുരയിലെത്തുന്നതിന് മുമ്പ് അങ്ങയെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുക എന്ന ലക്ഷ്യം. എങ്കിൽ അങ്ങ് എന്തെങ്കിലും നിശ്ചയിച്ചോ? ഇല്ല, ഈ ധർമ്മസങ്കടത്തിൽപ്പെട്ട് നാം ഉഴലുകയാണ്. ഒരു പ്രകാരം രാജകൽപ്പന അനുസരിക്കുക എന്ന ധർമ്മം, മറുപ്രകാരം അങ്ങയെ രക്ഷിക്കുക എന്നതും ധർമ്മം. നിശ്ചയിക്കുക അങ്ങേക്ക് എളുതല്ല. പക്ഷേ ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. എന്ത്? ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ 2 വിപരീത കർത്തവ്യങ്ങളാണ്. എന്നാൽ എന്റെ മുന്നിലായത് ഒന്ന് മാത്രമേയുള്ളൂ. അങ്ങേക്ക് രാജനീതി പാലിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു പുത്രൻ എന്ന നിലയിലുള്ള കർത്തവ്യ നിർവഹണം മാത്രമേയുള്ളൂ. എന്റെ പിതാവ് കംസന് 2 ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. അവ ലംഘിക്കപ്പെടാതെ നോക്കേണ്ടത് പുത്രനായ എന്റെ ധർമ്മം. കാലം, കടമ, അതെന്നെ നിർബന്ധിക്കുന്നു വിട്ടുപോകാൻ. കാലാത്മകമായ പ്രപഞ്ചം, ഭഗവാനോ കാലസ്വരൂപനും. അങ്ങനെയുള്ള ഭഗവാൻ ആരെ എവിടെ വിട്ടുപോകാൻ? അത് സംഭാവ്യമല്ലെന്നിരിക്കെ തന്നെ താൻ അവതാരമെടുത്ത ലോകമോ? അതെ, ആ ലോകം ആപേക്ഷികതകളുടേതാണ്. അവിടെ കാലവും കടമയും പ്രത്യക്ഷീഭൂതം. കാലത്തിലൂടെ നിർവഹിക്കപ്പെടുന്ന കടമ. ഇഹലോകവാസത്തിൽ ഈ കർമ്മപ്രക്രിയയിൽ നിന്ന് ആരും വിമുക്തരല്ലെന്ന് വിവക്ഷ.